1970-കളിൽ സൗദി അരാംകോയുടെ ഒരു സംഘം ഇന്നത്തെ സൗദിയിലെ റിയാദ് പ്രവിശ്യയുടെ ഒരു അങ്ങേയറ്റത്തുള്ള എന്ന് വെച്ചാൽ റിയാദ് നഗരത്തിൽ നിന്നും ഏതാണ്ട് 700 കിലോമീറ്റർ അറ്റത്തുള്ള വാദി ദവാസറിലെത്തുന്നു. അവിടെ അവർ മണ്ണ് പരിശോധന ആരംഭിക്കുന്നു. ആ സമയത്ത് അവർക്ക് ചില മണ്ണുപാത്രങ്ങളും സ്വർണങ്ങളും എല്ലാം ലഭിക്കുന്നു. തുടർന്ന് വിശദമായ പരിശോധന തുടങ്ങി. പിന്നാലെ അവർ കണ്ടെത്തുന്നത് ഒരു മഹാനഗരമാണ്. മരുഭൂമിക്ക് താഴെ നിന്നും കണ്ടെത്തിയ ആ മഹാനഗരത്തിന്റെ വിസ്തൃതി ഏതാണ്ട് ഇന്നത്തെ റിയാദ് നഗരത്തോളം വരും. ഖറിയത്തുൽ ഫൗ എന്നറിയപ്പെട്ടിരുന്ന ആ മഹാനഗരത്തിന്റെ പ്രത്യേകത അത് കിൻഡ എന്നറിയപ്പെട്ട ഒരു സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു എന്നുള്ളതായിരുന്നു. എന്തായിരുന്നു കിൻഡ സംസ്കാരം? നമ്മൾ ഇന്ന് ഒരു പക്ഷേ സ്ഥിരമായി ഗൾഫിലുള്ളവർ കേൾക്കുന്ന പേരായിരിക്കും ബദുക്കൾ എന്നുള്ളത്. അതായത് ഗ്രാമീണ സംസ്കാരമൊക്കെ തുടരുന്ന മരുഭൂമിയുടെ ഉള്ളറകളിൽ താമസിച്ചിരുന്ന ഒരു ജനത. അങ്ങനെ താമസിച്ചു പോന്നിരുന്ന, പ്രത്യേകിച്ച് ഗോത്ര സംസ്കാരം പിന്തുടർന്ന് പോന്നിരുന്ന ഒരു ജനത വ്യവസ്ഥാപിതമായ ജീവിതം ആരംഭിക്കുന്നത് കിൻഡ സാമ്രാജ്യത്തിന്റെ കാലത്താണ്. അവരാണ് ഈ ബദൂവിയൻ ഗോത്ര മേഖലകളിലുള്ളവരെ ഒരുമിച്ച് ഒരു വ്യവസ്ഥാപിത ജീവിതം ആരംഭിക്കുന്നത്. അവർ യമനിൽ നിന്നും എത്തിയവരായിരുന്നു. ഇന്നത്തെ സൗദിയിലാണ് ഈ പ്രദേശം നിലകൊള്ളുന്നത്. മറ്റൊരു പ്രത്യേകത കൂടി ഈ പ്രദേശത്തിനുണ്ട്. നമ്മുടെ അറബി സാഹിത്യത്തിൽ പ്രസിദ്ധനായ ഇമ്രുൽ ഖൈസിന്റെ സമുദായവും വംശവും കൂടിയായിരുന്നു കിൻഡക്കാർ. അതൊരു ചെറിയ ചരിത്ര സംഭവമല്ല. ഒരു പക്ഷേ ഐതിഹാസികമായ ഒരു ചരിത്രം അതിന് പിറകിലുണ്ട്. ഇന്ന് നമ്മൾ പറയുന്നത് കിൻഡ സാമ്രാജ്യത്തിന്റെ കഥയാണ്. അതിലൂടെ ഇമ്രുൽ ഖൈസിന്റെ കഥയാണ്. ആ ചരിത്രം എങ്ങനെ ഇല്ലാതായി എന്നുള്ള കഥയാണ്. സൗദിയിലെ റിയാദിൽ നിന്നും 700 കിലോമീറ്റർ അകലേക്കാണ് ഈ യാത്ര. വാദി അൽ ദവാസറിലേക്ക് ഹോത്ത ബനി തമീം വഴിയോ അൽറൈൻ വഴിയോ റിയാദിൽ നിന്നും ഇവിടെ എത്താം. ഇനി നെജ്റാൻ ഭാഗത്തു നിന്നും വരുന്നവരാണെങ്കിൽ നെജ്റാൻ പ്രവിശ്യയിൽ നിന്നും 400 കിലോമീറ്റർ അകലെയുള്ള പ്രദേശം. ഇസ്ലാമിൻ്റെ വരവിന് മുന്നേ അറേബ്യൻ മരുഭൂപ്രദേശം അടക്കിവാണ ഒരു വംശത്തിൻ്റെ ചരിത്രം മണലിനടിയിൽ തെളിഞ്ഞുവന്ന ഒരു സുവർണ പ്രദേശത്തേക്ക്. റുബൽ ഹാലി മരുഭൂമിയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിലുള്ള ഖറിയത്തുൽ ഫൗവിലേക്ക്, അഥവാ കിൻഡ സാമ്രാജ്യത്തിലേക്ക്. ഇതാണ് കിൻഡ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം. ഖറിയത്തുൽ ഫൗ എന്ന ചരിത്രത്തിൽ ഇന്നും അറിയപ്പെടുന്ന പ്രദേശം. ഭൂമിക്ക് താഴെ നിന്നും സൗദിയിൽ പിൽക്കാലത്ത് തെളിഞ്ഞുവന്ന ചരിത്ര മഹാത്ഭുതം. AD 4-ാം നൂറ്റാണ്ട് മുതൽ 6-ാം നൂറ്റാണ്ട് വരെ മധ്യ അറേബ്യയുടെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളെ നിശ്ചയിച്ചിരുന്ന സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങൾ. ഒരു യുദ്ധത്തിനൊടുവിൽ ഇല്ലാതായിപ്പോയ കിൻഡ സൗദിയിലെ വാദി ദവാസർ മാത്രം കേന്ദ്രീകരിച്ചുള്ളതായിരുന്നില്ല. വാദി ദവാസറിലെ ഇക്കാണുന്ന പ്രദേശമായിരുന്നു അവരുടെ തലസ്ഥാനം എന്നു മാത്രം. ആരായിരുന്നു കിൻഡക്കാർ? പശ്ചിമേഷ്യൻ ചരിത്രം പഠിച്ചവർ കേട്ടിട്ടുണ്ടാകാം. ബദുക്കൾ എന്ന് വിളിച്ചു പോന്നിരുന്ന മണലാരണ്യത്തിലെ ഗോത്രവർഗ സംസ്കാരത്തിൽ നിന്നും ഒരു സംഘടിത ഭരണ സംവിധാനത്തിലേക്ക് മാറിയ ആദ്യത്തെ നാടോടി രാജ്യം കൂടിയായിരുന്നു കിൻഡ. കിൻഡ എന്ന പേരിന് പിന്നിലൊരു ചരിത്രമുണ്ട്. ഈ ഗോത്രത്തിന്റെ സ്ഥാപകനായ പൂർവികൻ സൗറുബിനു അഫീർ എന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് കിൻഡ അഥവാ നന്ദികേട് കാണിച്ചവൻ അല്ലെങ്കിൽ അകന്നുപോയവൻ എന്നൊരു വിളിപ്പേരുണ്ടായിരുന്നു. തൻ്റെ പിതാവിൻ്റെ വംശത്തിൽ നിന്നും പാരമ്പര്യങ്ങളിൽ നിന്നും അകന്നുമാറി ജീവിച്ചതിനാലാണ് അദ്ദേഹത്തിന് ഈ പേര് ലഭിച്ചത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പരമ്പര ബനു കിൻഡ അഥവാ കിൻഡയുടെ മക്കൾ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയെന്നാണ് ഒരു ചരിത്രം. അറബിയിലെ ഹാ, നാ, ദാൽ എന്നതിൽ നിന്നാണ് കിൻഡ എന്ന വാക്കുണ്ടാകുന്നത്. ഇതിന് മലയുടെ ഒരു ഭാഗം എന്നും അർത്ഥമുണ്ട്. കഠിനമായ മരുഭൂമിയിലെ പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ഗോത്രമായതിനാലാകാം ഈ പേര് വന്നതെന്നും പറയപ്പെടുന്നു. യമനിലെ ഹളറമൗത്താണ് കിൻഡക്കാരുടെ പ്രാചീന
പ്രദേശം. പിന്നീട് 5-ാം നൂറ്റാണ്ടോടെ ഇവർ അറേബ്യയുടെ മധ്യഭാഗത്തുള്ള നജദ് അഥവാ ഇന്നത്തെ റിയാദ് പ്രവിശ്യയുടെ ഒരു പ്രദേശത്തേക്ക് കുടിയേറുകയും അവിടുത്തെ മറ്റ് നാടോടി ഗോത്രങ്ങളെ ഒന്നിപ്പിച്ച് വലിയ ഒരു രാജ്യമായി മാറുകയും ചെയ്തു. ഖറിയത്തുൽ ഫൗ ആയിരുന്നു ഇവരുടെ ആദ്യത്തെ തലസ്ഥാനം. അതാണ് ഈ കാണുന്നത്. അക്കാലത്തെ പ്രശസ്ത അറബി കവിയായ ഇമ്രുൽ ഖൈസ് ഈ കിൻഡ രാജവംശത്തിലെ രാജകുമാരനായിരുന്നു. ഇസ്ലാമിന് മുന്നേ ഇന്നത്തെ യമനിലെ പുരാതന ഭരണകൂടമായ ഹിമ്യർ വംശത്തിന് കീഴിലുള്ളവരായിരുന്നു കിൻഡക്കാർ. ഹിമ്യർ വംശക്കാരെ ക്രൈസ്തവർക്കും ജൂതവിശ്വാസികൾക്കും ഇസ്ലാം മതവിശ്വാസികൾക്കും അറിയാം. ഹിമ്യർ വംശത്തിന്റെ കഥ ഖുർആനിലും ക്രൈസ്തവ ജൂത ചരിത്രങ്ങളിലും കാണാം. ബഹുദൈവാരാധകരായിരുന്നു ഹിമ്യർ വംശക്കാർ. ക്രിസ്താബ്ദം 4-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ ഔദ്യോഗികമായി അവർ ജൂതമതം സ്വീകരിച്ചു. മതാചാരങ്ങളിലെ മാറ്റം വിഗ്രഹ ആരാധന ഉപേക്ഷിക്കാൻ അവർക്ക് കാരണമായി. എന്നാൽ ഹിമ്യർ സാമ്രാജ്യത്തിന്റെ പാരമ്പര്യമുണ്ടെങ്കിലും ഇവരിൽ നിന്നും പുറത്തുപോയ കിൻഡക്കാരുടെ ഖറിയത്തുൽ ഫൗ എന്ന ഈ തലസ്ഥാനത്ത് നിന്നും വിഗ്രഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. അതിനർത്ഥം ജൂത സ്വാധീനം ഇവിടെ എത്തിയിട്ടില്ലെന്നാണ്. ജൂതമത വിശ്വാസികൾ നേരിട്ട് വിഗ്രഹങ്ങളെ ആരാധിക്കാറില്ലല്ലോ. യമനിലെ കുപ്രസിദ്ധനായ ധൂനവാസ് എന്ന ഭരണാധികാരി ഹിമ്യർ സാമ്രാജ്യത്തിൽപ്പെട്ടവരായിരുന്നു. അദ്ദേഹം അക്കാലത്ത് ജൂതമതം സ്വീകരിച്ചിട്ടുണ്ട്. ഹിമ്യർ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമാക്കിയും ജൂതമതത്തെ അദ്ദേഹം മാറ്റി. അന്നാട്ടിലെ ജനത വലിയ തോതിൽ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് മാറുന്ന സമയത്തായിരുന്നു ഇത്. ചരിത്രപരമായ ഒരു പശ്ചാത്തലവും ഇതിനുണ്ട്. അക്കാലത്തെ ബൈസാന്റിയൻ ക്രിസ്ത്യൻ സ്വാധീനത്തെയും എത്യോപ്യയിലെ അക്സൂം സാമ്രാജ്യത്തിന്റെ കടന്നുകയറ്റത്തെയും പ്രതിരോധിക്കാനാണ് ഹിമ്യർ ഭരണാധികാരികൾ ജൂതമതം ഔദ്യോഗികമായി സ്വീകരിച്ചത്. പക്ഷേ 6-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ക്രൈസ്തവ ഭരണ നേതൃത്വത്തിലുള്ളവർ ഹിമ്യർ രാജ്യം ആക്രമിച്ചു കീഴടക്കിയതോടെ യഹൂദ സ്വാധീനം അവസാനിച്ചു. പിന്നാലെ ക്രൈസ്തവരായി ആ ജനത മാറി. മതം മാറുന്നവരെയെല്ലാം തീയിട്ട ചരിത്രം കൂടിയുണ്ട് അന്നത്തെ ഭരണാധികാരിയായിരുന്ന ദൂനവൂസിന്. നെജ്റാനിലായിരുന്നു ആ സംഭവം. ഖുർആനിലെ ബുറൂജ് എന്ന അധ്യായത്തിലും ഇതിന്റെ ചരിത്രം പറയുന്നുണ്ട്. ഇനി കിൻഡയിലേക്ക് തന്നെ തിരിച്ചു വരാം. യമനിൽ നിന്നും ഉത്ഭവിച്ച കിൻഡക്കാർ പിന്നീട് വടക്കോട്ട് കുടിയേറി. ഇന്നത്തെ റിയാദ് പ്രവിശ്യയിലെ വാദി ദവാസിർ മുതൽ റിയാദിനടുത്ത മറാത്ത് വരെ അത് നീണ്ടു കിടന്നു. മറാത്ത് റിയാദിൽ നിന്നും 150 കിലോമീറ്റർ മാത്രം അകലെയാണ്. എന്നുവെച്ചാൽ ഏതാണ്ട് 500 കിലോമീറ്ററോളം നീളത്തിലുണ്ടായിരുന്നു ആ ഭരണപ്രദേശം. ചിതറിക്കിടന്നിരുന്ന ബദൂവിയൻ നാടോടി ഗോത്രങ്ങളെ ഒരൊറ്റ കേന്ദ്രീകൃത ഭരണത്തിന് കീഴിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതാണ് ഈ സാമ്രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ദക്ഷിണ അറേബ്യയെയും മെസോപ്പൊട്ടോമിയ, സിറിയ തുടങ്ങിയ വടക്കൻ നാഗരികതകളെയും ബന്ധിപ്പിച്ചിരുന്ന പുരാതന സുഗന്ധവ്യഞ്ജന വ്യാപാര പാതകളുടെ നിയന്ത്രണം ഇവർക്കായിരുന്നു. അക്കാലത്തെ ആഗോള വൻശക്തികളായ റോമൻ ബൈസാന്റിയൻ സാമ്രാജ്യവും പേർഷ്യൻ സസാനിദ് സാമ്രാജ്യവും നയതന്ത്ര ചർച്ചകൾക്കായി കിൻഡ രാജാക്കന്മാരെ ആശ്രയിച്ചു. നേരത്തെ പറഞ്ഞ ഹിമ്യറൈറ്റ് രാജവംശവുമായുള്ള ശക്തമായ സഖ്യമാണ് കിൻഡയുടെ വളർച്ചയ്ക്ക് വലിയ തോതിൽ തുണയായത്. ഇക്കാണുന്ന കിൻഡ സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത് മരുഭൂമിയിൽ നിന്നും എണ്ണ കുഴിക്കാനെത്തിയ അരാംകോയുടെ ജീവനക്കാരാണ്. വലിയ കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും കമ്പോളങ്ങളും വിശാലമായ കാർഷിക കിണറുകളുമുള്ള ഒരു സമ്പന്ന നഗരമായിരുന്നു കിൻഡയുടെ ഈ തലസ്ഥാനമായ ഖറിയത്തുൽ ഫൗ. 50 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിലുള്ള സംരക്ഷിത പ്രദേശമാണ് അൽഫൗ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിപ്പം അളക്കാമല്ലോ. കിൻഡയുടെ തലസ്ഥാനത്തിൻ്റെ മാത്രം വലിപ്പമാണിത്. എന്നുവെച്ചാൽ ഇന്നത്തെ റിയാദ് നഗരത്തിൻ്റെ അത്ര വലിപ്പമുള്ള ഒരു മഹാസാമ്രാജ്യത്തിൻ്റെ ചില ഭാഗം മാത്രമാണ് മണൽ നീങ്ങിയപ്പോൾ തെളിഞ്ഞു വന്നത്.
വിവിധ സംസ്കാരങ്ങളുടെ സംഗമ ഭൂമിയായിരുന്നു ഖറിയത്ത് അൽ ഫൗ. ഇന്ന് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച നഗരം. ഇവിടെ നിന്നും കണ്ടെടുക്കപ്പെട്ട പുരാതന ശിലാലിഖിതങ്ങളും ചുവർ ചിത്രങ്ങളും പുരാതന അറബികളുടെ ജീവിത രീതിയും അവർ കൈവരിച്ച വാസ്തുവിദ്യാ മുന്നേറ്റവും വ്യക്തമാക്കുന്നു. സൗദി അറേബ്യയുടെ സാംസ്കാരിക ചരിത്രത്തിൽ ഇന്നും ഏറ്റവും ആദരവോടെ സംരക്ഷിക്കപ്പെടുന്ന ഒരിടം കൂടിയാണിത്. കിൻഡ സാമ്രാജ്യത്തിന്റെ പ്രതാപം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിച്ചത് ഹാരിസ് ബിൻ അംർ എന്ന ശക്തനായ ഭരണാധികാരിയായിരുന്നു. സാമ്രാജ്യത്തിന്റെ ഭരണം ശക്തമാക്കാൻ അദ്ദേഹം വിവിധ അറേബ്യൻ ഗോത്രങ്ങളുടെ മേൽനോട്ടം തന്റെ മക്കളെ ഏൽപ്പിച്ചു. എന്നാൽ AD 528 ഹാരിസ് രാജാവിന്റെ മരണത്തോടെ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായ ആഭ്യന്തര കലഹം ആരംഭിച്ചു. പരമാധികാരത്തിന് വേണ്ടി സഹോദരന്മാരായ രാജകുമാരന്മാർ പരസ്പരം യുദ്ധം ചെയ്യാൻ തുടങ്ങി. ഇതോടെ അവർക്ക് കീഴിലുണ്ടായിരുന്ന അസദ്, തഗ്ലിബ്, ബക്ർ തുടങ്ങിയ പ്രബല ഗോത്രങ്ങൾ ചേരിതിരിഞ്ഞ് പോരാട്ടത്തിൽ ഏർപ്പെട്ടു. അതോടെ കിൻഡ രാജവംശം കാത്തുസൂക്ഷിച്ച ഐക്യം പൂർണ്ണമായും തകർന്നു. ഈ ആഭ്യന്തര യുദ്ധത്തിന്റെ ഏറ്റവും വലിയ ഇര ഹാരിസ് രാജാവിന്റെ മൂത്ത മകനും പ്രവിശ്യ ഗവർണറുമായിരുന്ന ഹുജർ രാജകുമാരനായിരുന്നു. നികുതി പിരിവിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനൊടുവിൽ അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിലായിരുന്ന ബനു അസദ് ഗോത്രക്കാർ ഹുജറിനെ കൊട്ടാരത്തിൽ വെച്ച് വധിച്ചു. ഈ വധം കിൻഡ വംശത്തിന്റെ പതനം പൂർത്തിയാക്കി. ഹുജറിന്റെ മകനായിരുന്നു അറബി സാഹിത്യത്തിലെ ഇതിഹാസ കവിയായ ഇമ്രുൽ ഖൈസ്. പിതാവിന്റെ മരണത്തിന് പ്രതികാരം ചെയ്യാനും നഷ്ടപ്പെട്ട രാജ്യം തിരിച്ചുപിടിക്കാനും അദ്ദേഹം റോമൻ ചക്രവർത്തി ജസ്റ്റീനിയൻ ഒന്നാമന്റെ സഹായം വരെ തേടി യാത്രകൾ നടത്തിയിട്ടുണ്ട്. ഇമ്രുൽ ഖൈസിന്റെ ജീവിതകഥയും കവിതകളും ഇന്നും അറബ് ലോകത്തും പുറത്തും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന സാംസ്കാരിക പൈതൃകമാണ്. ഇമ്രുൽ ഖൈസിനെ കുറിച്ച് പറയുമ്പോൾ വാദി ദവാസറിലെ ഈ പ്രദേശത്ത് നിന്നും തിരികെ ഒരു പ്രദേശത്തേക്ക് കൂടി നമ്മൾ പോവുകയാണ്. തിരികെ റിയാദിനടുത്തേക്ക്. അവിടെ നിന്നും 150 കിലോമീറ്റർ അകലെയുള്ള മറാത്തിലേക്ക്. ചരിത്രപ്രസിദ്ധമായ നജിദ് മേഖലയിലെ പ്രധാന ഇടത്താവളമായിരുന്നു ഇത്. ഇസ്ലാമിലെ ചരിത്ര സൈനാധിപനായ ഖാലിദ് ബിൻ വലീദ് തമ്പടിച്ച ഒരു പള്ളി ഇവിടെ കാണാം. ഇതിനടുത്താണ് മറാത്തിലെ കുളവും കിണറുകളും. ഈ പ്രദേശത്ത് ബിയർ ഇമ്രുൽ ഖൈസ് എന്നറിയപ്പെടുന്ന പുരാതനമായ കിണറും അതിനോടനുബന്ധിച്ചുള്ള ജലാശയവുമുണ്ട്. ചരിത്രരേഖകൾ പ്രകാരം കിൻഡ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം തന്റെ പിതാവിന്റെ മരണത്തിന് പ്രതികാരം ചെയ്യാനും നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കാനുമായി ഗോത്രങ്ങളുടെ പിന്തുണ തേടി ഇമ്രുൽ ഖൈസ് അറേബ്യൻ മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞിരുന്നു. ആ യാത്രകളിൽ അദ്ദേഹം മറാത്ത് പ്രദേശത്ത് താമസിക്കുകയും ഈ കിണറിലെ വെള്ളം ഉപയോഗിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. തദ്ദേശീയമായ ഗോത്രകഥകളിലും പുരാതന അറബി കവിതകളിലും ഈ ജലാശയത്തെക്കുറിച്ചും മറാത്ത് നഗരത്തെക്കുറിച്ചുമുള്ള സൂചനകളുണ്ട്. ഇമ്രുൽ ഖൈസിന്റെ കവിതയിൽ തന്നെ മറാത്ത് എന്ന് പ്രത്യേകമായി തന്നെ പരാമർശിക്കുന്നുമുണ്ട്. മരുഭൂമിയിലെ യാത്രക്കാർക്ക് വലിയൊരു ആശ്വാസമായിരുന്നു ഈ കിണറും പരിസരത്തുള്ള കുളവുമെല്ലാം. സൗദി സാംസ്കാരിക പൈതൃക വകുപ്പ് ഇന്ന് ചരിത്ര സ്മാരകമായി ഇത് സൂക്ഷിച്ചു പോരുന്നുണ്ട്. കിൻഡ സാമ്രാജ്യത്തിലെ ശക്തനായ ഹുജർ രാജാവിന്റെ മകനായി 6-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ഇമ്രുൽ ഖൈസ് ജനിച്ചതെന്ന് പറഞ്ഞല്ലോ. കൊട്ടാരത്തിലെ ആഡംബര ജീവിതവും പ്രണയവും മദ്യപാനവും
കവിതകളുമായി നടന്ന ലഹരി പിടിച്ച ഒരു ബാല്യകാലം. അദ്ദേഹത്തിൻ്റെ ഈ പോക്കിൽ അസംതൃപ്തനായ പിതാവ് ഹുജർ അദ്ദേഹത്തെ കൊട്ടാരത്തിൽ നിന്നും ഒരു തവണ നാടു കടത്തിയിട്ടുണ്ട്. ഇതോടെ സുഹൃത്തുക്കൾക്കൊപ്പം മരുഭൂമിയിൽ വേട്ടയാടിയും കവിത ചൊല്ലിയും നടക്കുകയായിരുന്നു അദ്ദേഹം. ഇക്കാലത്തും ഇംറുൽ ഖൈസ് തൻ്റെ ജീവിതത്തിൻ്റെ പ്രധാന പങ്കും കാലഘട്ടവും ചിലവഴിച്ചത് മറാത്ത് എന്ന ഈ നഗരത്തിലാണ്. ഇവിടുത്തെ മലനിരകളും മരുഭൂമിയും അദ്ദേഹത്തിൻ്റെ കവിതകൾക്ക് വലിയ തോതിൽ പശ്ചാത്തലമായിട്ടുണ്ട്. ഇവിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ പ്രണയിനിയായിരുന്ന ഉനൈസയുമായുള്ള കവിതകളും തുടങ്ങുന്നത്. മറാത്തിലെ ഈ കുളക്കരയിൽ പ്രണയിനി ഉനൈസയുമായുള്ള സമയം അദ്ദേഹത്തിൻ്റെ കവിതകളിൽ കാണാം. മുഅല്ലഖ എന്ന കവിതാശാഖ ഇംറുൽ ഖൈസാണ് അവതരിപ്പിക്കുന്നത്. പിൽക്കാലത്ത് അറേബ്യയിൽ ഏറ്റവും പ്രചാരം നേടിയ കാവ്യശാഖ കൂടിയാണ് ഇത്. ഇങ്ങനെ പ്രണയിച്ചും വേട്ടയാടിയും മദ്യപിച്ചും നടക്കുന്ന കാലത്താണ് തൻ്റെ പിതാവിൻ്റെ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന ബനു അസദ് ഗോത്രക്കാർ പിതാവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ വാർത്ത ഇംറുൽ ഖൈസ് അറിയുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു വാചകമുണ്ട്. അദ്ദേഹം തന്നെ ചെറുപ്പത്തിൽ വഴിതെറ്റാൻ വിട്ടു. ഇപ്പോൾ വലിയവനായപ്പോൾ അദ്ദേഹത്തിൻ്റെ രക്തത്തിന് പ്രതികാരം ചെയ്യേണ്ട ഉത്തരവാദിത്തം എൻ്റെ മേലുമായി. ഇന്ന് മദ്യം, നാളെ യുദ്ധം. പിതാവിൻ്റെ മരണത്തോടെ ഇംറുൽ ഖൈസ് ആഡംബര ജീവിതം പൂർണ്ണമായി ഉപേക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് പ്രതികാരം ചെയ്യാനായി ഇറങ്ങി. അതുവരെയുള്ള കിൻഡക്കാരനായ ഖൈസിൻ്റെ ചരിത്രം ഈ മറാത്തിലായിരുന്നു. ഇനി വീണ്ടും വാദി ദവാസറിലെ അഥവാ ഖറിയത്തുൽ ഫൗവിലേക്ക് മടങ്ങാം. ഇംറുൽ ഖൈസ് ഇവിടെയെത്തി. വിവിധ അറബ് ഗോത്രങ്ങളുടെ സഹായത്തോടെ ബനു അസദ് ഗോത്രത്തോട് അദ്ദേഹം യുദ്ധം ചെയ്തു. പക്ഷേ കിൻഡ സാമ്രാജ്യത്തിൽ പടർന്നു പിടിച്ച ആഭ്യന്തര യുദ്ധം കാരണം അദ്ദേഹത്തിന് അധികാരം പൂർണ്ണമായി തിരിച്ചുപിടിക്കാനായില്ല. ഒടുവിൽ ബാഹ്യ സഹായം തേടി അദ്ദേഹം ബൈസാന്റൈൻ ചക്രവർത്തിയായ ജസ്റ്റീനിയൻ ഒന്നാമൻ്റെ കൊട്ടാരത്തിലേക്ക് നീണ്ട ഒരു യാത്ര നടത്തി. ചക്രവർത്തി സൈനിക സഹായം വാഗ്ദാനം ചെയ്തു. പക്ഷേ ഇതുറപ്പിച്ചുള്ള മടക്കയാത്രയിൽ ഇന്നത്തെ തുർക്കിയിലെ അങ്കാറയ്ക്ക് സമീപം വെച്ച് AD 540 ദുരൂഹമായ സാഹചര്യത്തിൽ, അതായത് വിഷം പുരട്ടിയ വസ്ത്രം ധരിച്ചതിനെ തുടർന്നുണ്ടായ അസുഖം ബാധിച്ച് ഇംറുൽ ഖൈസ് മരണപ്പെട്ടു. ഖൈസ് മരിച്ചു. ആഭ്യന്തര യുദ്ധം കൊണ്ട് ദുർബലമായ കിൻഡയുടെ മണ്ണിലേക്ക് അയൽക്കാരനായ ലഖ്മിദ് രാജവംശം അധിനിവേശം നടത്തി. ഇതോടെ സാമ്രാജ്യം സമ്പൂർണ്ണമായി തകർന്നടിഞ്ഞു. ഇറാഖ് കേന്ദ്രീകരിച്ച് ഭരിച്ചിരുന്ന ലഖ്മിദുകൾ പേർഷ്യൻ സൈന്യത്തിന്റെ സഹായത്തോടെ കിൻഡ പ്രദേശം കീഴടക്കി. അവശേഷിച്ച ഭരണാധികാരികളെ വധിച്ചു. ഇതിനൊപ്പം കിൻഡയ്ക്ക് താങ്ങായി നിന്നിരുന്ന തെക്കൻ അറേബ്യയിലെ ഹിമ്മറേറ്റ് സാമ്രാജ്യവും തകർന്നടിഞ്ഞിരുന്നു. ഇതോടെ ബാഹ്യമായ പിന്തുണകളെല്ലാം നഷ്ടപ്പെട്ട് 6-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ കിൻഡ ചരിത്രത്തിൽ നിന്നും മറഞ്ഞു. അവശേഷിച്ച കിൻഡ ഗോത്രക്കാർ യമനിലെ തങ്ങളുടെ തറവാടായ ഹദർമൗത്തിലേക്ക് മടങ്ങുകയോ മറ്റു വലിയ ഗോത്രങ്ങളിൽ ലയിക്കുകയോ ചെയ്തു. റിയാദ് പ്രവിശ്യയിൽപ്പെടുന്ന കിൻഡ സാമ്രാജ്യത്തിന്റെ ഈ തലസ്ഥാനം സന്ദർശിക്കുന്നവർക്ക് പുരാതന കിൻഡക്കാരുടെ നഗരാസൂത്രണ മികവും കളിമൺ പാത്ര നിർമ്മാണ രീതികളും ലോഹ സംസ്കരണ വിദ്യകളും നേരിട്ട് മനസ്സിലാക്കാം. മരുഭൂമിയിലെ കഠിനമായ കാലാവസ്ഥയിലും ഒരു വലിയ സാമ്രാജ്യത്വ നഗരത്തെ എങ്ങനെ നിലനിർത്താമെന്ന് തെളിയിച്ച കിണറുകളുടെ ശൃംഖലയും ഈ പ്രദേശത്തിന്റെ പ്രത്യേകതയാണ്. ഇതിപ്പോൾ സൗദിയിൽ ജൂലൈ മാസമാണ്. കൊടും ചൂടുള്ള സമയം. ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള സമയമാണ് ഇവിടം സന്ദർശിക്കാൻ ഏറ്റവും മെച്ചപ്പെട്ട കാലാവസ്ഥ.
1970 മുതൽ 2003 വരെ റിയാദിലെ കിങ് സൗദി യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര വിഭാഗത്തിന് കീഴിലാണ് മേഖലയിൽ ഗവേഷണ പഠനങ്ങൾ നടന്നത്. അതിപ്പോഴും തുടരുകയാണ്. മറ്റൊരു കൗതുകം കൂടി ഈ പ്രദേശത്തിനുണ്ട്. ഇന്നത്തെ സൗദിയിലെ ഹിജിർ എന്നും മദാഇൻ സ്വാലിഹി എന്നും അറിയപ്പെടുന്ന അൽ ഉലക്കും ഈ പ്രദേശവുമായി ബന്ധമുണ്ട്. അൽ ഉല പ്രദേശത്തെ പുരാതന സാമ്രാജ്യമായിരുന്നു ദദാൻ. ലിഹിയാൻ എന്നറിയപ്പെട്ട ജനതയാണ് ദദാനിൽ ജീവിച്ചിരുന്നത്. അക്കാലത്തെ അതേ എഴുത്തുകുത്തുകളും വസ്തുക്കളും ഇവിടെ നിന്നും അഥവാ ഈ കറിയത്തൽ ഫൗവിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ അൽ ഉലയിലെ ദദാനിലും കറിയത്തൽ ഫൗവിലും ഏതാണ്ട് ഒരേ സാംസ്കാരിക ചിഹ്നങ്ങളും ഭാഷയുമായിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്ന് ചുരുക്കം. അൽ ഉലയിലെ ദദാനിലുണ്ടായിരുന്ന ഹനീക്കൻ ഗോത്രക്കാരാണ് ആദ്യമായി അൽഫൗ പ്രദേശത്ത് വന്ന് താമസിക്കുന്നത് എന്നതും ചരിത്രമാണ്. അതിനുശേഷമാണിത് കിൻഡ സാമ്രാജ്യത്തിന് കീഴിലേക്കെല്ലാം വരുന്നത്. ഇരുപത് കിണറുകൾ ഇവിടെയുണ്ട്. കാലങ്ങൾ കഴിഞ്ഞു. മേഖലയിൽ ഇസ്ലാമിന്റെ വരവോടെ സാമൂഹിക ചിത്രം മാറി. പലരും പുതിയ നാഗരികതയിലേക്ക് അണഞ്ഞു. യുദ്ധം കൊണ്ടും ഏറ്റുമുട്ടൽ കൊണ്ടും ഇല്ലാതായവ മണൽ മൂടി. അത് പുതിയ തലമുറക്ക് ചരിത്രപാഠമായി ഇന്ന് വീണ്ടും തെളിഞ്ഞു വന്നു. മഹാസാമ്രാജ്യമായും കരുത്തരെന്നും കരുതുന്നവരെല്ലാം ചരിത്രത്തിൽ ഇതുപോലെ വെറും കഥകളായി മാത്രം ബാക്കിയായിട്ടുണ്ട്. കിൻഡ പറയുന്നതും അതാണ്.